ഞാൻ കൊല്ലപ്പെട്ടേക്കാം, അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, ജയിലിൽ അടയ്ക്കപ്പെട്ടേക്കാം. പക്ഷേ എന്റെ ജനങ്ങൾ എന്നെ വിളിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മടങ്ങിപ്പോകണം. ഇവിടെ തൂക്കുകയർ കാത്തിരുന്നാൽ പോലും ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചലനങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നിർണായക പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടുകൂടി ഇപ്പോൾ ബംഗ്ലാദേശിൽ മറ്റൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് കൂടി വഴിവെക്കുകയാണ്. ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ പോലും, അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും, ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ പോലും, വധശിക്ഷ നേരിടേണ്ടി വന്നാൽ പോലും ഈ വർഷം ഡിസംബറോട് കൂടി തന്നെ സ്വന്തം രാജ്യമായ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നതാണ് ഷെയ്ഖ് ഹസീനയുടെ പ്രഖ്യാപനം. ഫ്രഞ്ച് വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ അഭിമുഖത്തിലാണ് 78-കാരിയായ ഹസീനയാകട്ടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹസീനയുടെ വാക്കുകളാകട്ടെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുന്നതായി തന്നെയാണ് ഇവിടെ വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കൊടുവിലാണ് 15 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയം തേടിയത്. പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിനിടെ തന്നെ 1400ഓളം പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഐക്യരാഷ്ട്രസഭ ഇവിടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് മനുഷ്യത്വ വിരുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ധക്കയിലെ പ്രത്യേക ട്രൈബ്യൂണൽ ഹസീനയ്ക്കാകട്ടെ വധശിക്ഷ വിധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ വിധിയെ നിയമത്തിന്റെ വസ്ത്രമണിഞ്ഞ രാഷ്ട്രീയ പ്രതികാരം എന്നതായിരുന്നു ഹസീന വിശേഷിപ്പിച്ചതും. അതേസമയം ബംഗ്ലാദേശിൽ പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയ ശേഷവും ഹസീനയെ തിരിച്ചു നൽകണമെന്ന ആവശ്യം ധക്ക ഇന്ത്യക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ വിഷയം നിയമപരമായും നയതന്ത്രപരമായും പരിശോധിച്ചു വരികയാണ് എന്നതായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. ഇന്ത്യയിൽ തനിക്ക് പൂർണ്ണ ബഹുമതി അല്ലെങ്കിൽ ആ ഒരു ബഹുമാനത്തോടെയും സുരക്ഷയോടെയും തന്നെ കഴിയാം, അല്ലെങ്കിൽ അത് കഴിയാനാകുന്നുണ്ട് എന്നൊരു രീതിയിൽ അവർ വ്യക്തമാക്കുകയും നാട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനം രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടല്ല, സ്വന്തം ജനങ്ങളോടുള്ള ഉത്തരവാദിത്ത ബോധം കൊണ്ടാണ് എന്നതാണ് ഹസീന ഇവിടെ പറയുന്നത്. ഭരണകാലത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നെന്ന ആരോപണങ്ങളും അവർ തള്ളിക്കളഞ്ഞു. ഞാൻ തെറ്റാണ് എന്നും, അതായത് അവർ ഒരിക്കൽ പോലും താൻ ഒരു തെറ്റൊന്നും അവിടെ ചെയ്തിട്ടില്ല എന്നും അതിനാൽ തന്നെ മാപ്പ് പറയേണ്ട സാഹചര്യം ഇല്ല എന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു. മാത്രമല്ല, ഡിസംബറിൽ ഹസീന യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയാൽ അത് രാജ്യത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വീണ്ടും മാറ്റിമറിക്കാൻ പോകുന്ന മറ്റൊരു ഏടായി തന്നെ മാറുമെന്നതാണ് ഇവിടെ ഉയരുന്ന മറ്റൊരു വിലയിരുത്തൽ. മാത്രമല്ല, ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ വധശിക്ഷയുടെ ആ ഒരു നിഴലിലായ മുൻ പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ബംഗ്ലാദേശിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തെയും വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അത് മാത്രമല്ല, അതിനിടെ തന്നെ ഹസീനയുടെ അടുത്തയാളും, അതായത് ബംഗ്ലാദേശ് പ്രസിഡന്റ് കൂടിയായ 76-കാരനായ മുഹമ്മദ് ഷഹാബുദ്ദീൻ വധാവി അവിടെ രാജിവെച്ചിരിക്കുകയാണ്. 2023 ഏപ്രിൽ മുതൽ തന്നെ പ്രസിഡന്റ് ആയിരുന്ന ഷഹാബുദ്ദീന് അവിടെ അടുത്തിടെ തന്നെ നടത്തിയ വൈദ്യ പരിശോധനയിൽ ഓട്ടോമിക് ന്യൂറോപ്പതി എന്ന രോഗാവസ്ഥയുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഈ രോഗം കാരണം ഇടയ്ക്കിടെ തന്നെ ബോധക്ഷയം ഉണ്ടാകുന്നതിനാലാണ് രാജിവെച്ചിരിക്കുന്നത്. ഹസീന മടങ്ങിപ്പോയാൽ ഈ ഒരു പദ്ധതി ഇടുമ്പോൾ ഭരണതലത്തിൽ തന്നെ അതൊരു വിശ്വസ്തരാരും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അവാമി ലീഗ് എത്തിപ്പെട്ടിരിക്കുന്നത്. പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് വരെ തന്നെ അവിടെ വലിയ രീതിയിൽ മറ്റൊരു ചുമതല ഏറ്റെടുക്കാനായി തന്നെ ജാതീയ സംവാദ് അവിടെ സ്പീക്കർ പ്രസിഡന്റിന്റെ ചുമതലകൾ നിർവഹിക്കുമെന്ന ഒരു വിവരം കൂടിയാണ് ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.